20 സെന്റ് സ്ഥലത്തിൽ കൊട്ടാര സദൃശ്യമായ ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. പാല ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം മാത്രം. നല്ല റെസിഡൻഷ്യൽ മേഖല, നല്ല നിരപ്പായി കിടക്കുന്ന നല്ല കിടുക്കൻ മേഖല. ആ മേഖലയിൽ 1,50,00,000 രൂപ ചോദിക്കുന്നു. 20 സെന്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുള്ള നല്ല അടിപൊളി വീടും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ വീഡിയോ കാണാം. വീട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കും. വീട് സ്ഥലവും നേരിട്ട് കാണാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ. 20 സെന്റ് സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടിപൊളി വീട്, നല്ല വൈബിലിരിക്കുന്ന നല്ല അടിപൊളി വീട്, കേരള സ്റ്റൈലുള്ള നല്ല അടിപൊളി വീടിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ വന്നിരിക്കുക. 20 സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 1.5 കോടി രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. തേക്കിൻ തടികളാൽ നിർമ്മിതമായ അടിപൊളി വീടാണ് ഈ വീട്. നല്ല മുറ്റം മുഴുവൻ സ്റ്റോണിട്ട്, ബാംഗ്ലൂർ സ്റ്റോണിട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന, നല്ല ഗാർഡനൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള വീട്. നല്ല വീടുകൾ തന്നെ അയൽവക്കത്തുള്ള നല്ല അയൽവാസികളുള്ള നല്ല ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ നിങ്ങൾ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത്, മടിക്കരുത്. ഇതാണ് കിണർ വെള്ളം. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഇവിടെ ലഭിക്കുന്നത്. നല്ല കാർ പോർച്ചുണ്ട്, നല്ല സിറ്റ് ഔട്ടുണ്ട്, നല്ല എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടുണ്ട്. ഊഞ്ഞാലൊക്കെ ഒന്ന് ഇടണമെങ്കിൽ ഇടാനുള്ള സ്ഥലമുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ് ഈ കാണുന്നത്. നല്ല ബാക്ക് സൈഡിലാണെങ്കിലും നല്ല മുറ്റം കാണാം. നല്ല മുറ്റത്ത് നല്ല തെങ്ങ് പോലെയുള്ള സാധനങ്ങൾ, റംബൂട്ടാൻ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അവിടെ ഒരു അലക്കുകല്ല് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ മുറ്റം. ബാക്ക് സൈഡും എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു റൂഫിംഗ് വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല കിടുക്കൻ ഒരു റൂഫ് വർക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. റൂഫ് വർക്കിനകത്തേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് നേരെ റൂഫിനകത്തോട്ട് കയറാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂഫ് വർക്കാണ്. 2750 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഈ വീടിനകത്തേക്ക് അത്രയും വലുപ്പത്തിൽ തന്നെയാണ് റൂഫ് വർക്ക് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് റൂഫ് വർക്കിൻ്റെ സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു 250 പേരുടെ ഫംഗ്ഷൻ നടത്താനായിട്ടുള്ള സ്പേസ് റൂഫ് വർക്കിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വന്നു. കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ളതും എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു മുറ്റത്തേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വന്നു. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്ന മുറ്റം. നമുക്കിതുപോലെ മുറ്റം വേണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പറയാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു, ഒരു പന്തലിടണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വണ്ടികൾ കൂടുതൽ വന്നു. അപ്പോൾ വണ്ടികൾ കൂടുതൽ വന്നെങ്കിൽ വണ്ടികൾ ഇടണമെങ്കിലുള്ള മുറ്റം വേണ്ടേ? ആ മുറ്റമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് എലവേഷൻ, വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. കേരള സ്റ്റൈല്, നല്ല കേരള സ്റ്റൈലായിട്ടുള്ള എന്നാൽ വളരെ നല്ല ആഡംബരത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനം. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് ഉണ്ട്. നമ്മൾ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുന്നു. സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫ്രണ്ട് ഡോറ് കാണാം. നല്ല വലിപ്പമുള്ള ജനൽ പാളികൾ കാണാം. ഈ അടുത്ത കാലത്ത് വന്ന ചിലരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീട് നോക്കുവാനായിട്ട് വരുമ്പോൾ നല്ല ജനൽപ്പാളികൾ വേണം എന്നുള്ളത്. ജനൽപ്പാളിക്ക് വലിപ്പമുള്ള ജനൽപ്പാളിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഇഷ്ടം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ ജിപ്സം വർക്കാണ് ഇവിടെ വന്നിരിക്കുന്ന ജിപ്സം വർക്കുകൾ. അത് ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കാണാം. പാർട്ടീഷൻ വർക്ക് മൊത്തം തേക്കിൻ തടിക്കാണ്. നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം. പ്രെയർ ഏരിയയുടെ പോയിൻ്റ് കാണാൻ. അവസാന വീടിൻ്റെ മിനുക്കുപണികൾ, അതായത് എപ്പോക്സി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് പണികളായിട്ട്. പണി ഫിനിഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തുകൊണ്ട് വീഡിയോ എടുത്തു? അത്രയ്ക്ക് മനോഹരമാണ്, അത്രയ്ക്ക് ക്യൂട്ടാണ് ഈ വീട്. തടികളുടെ പണികൾ എന്ന് പറയുന്നത് അതുപോലെ മനോഹരമാണ്. ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിലും മനോഹരമാണ്. ബെഡ്റൂമിലെ കബോർഡുകളാവട്ടെ നല്ല അടിപൊളി കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളിത് ടോയ്ലറ്റ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ്. ടാപ്പ് ഫിറ്റിങ്സുകൾ, അതുപോലെ ക്ലോസറ്റ്, അതുപോലെ
വാഷ് ഏരിയ എല്ലാം കമ്പനി സാധനങ്ങൾ, കമ്പനി മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ എങ്ങനെ നോക്കി സെലക്ട് ചെയ്യാം എന്ന് തപ്പിയെടുത്ത് സെലക്ട് ചെയ്തതുപോലെ തന്നെ അതുപോലെ ക്വാളിറ്റി ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിരിക്കുന്ന ഈ വീട് ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 1,50,00,000 രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. മീനച്ചിൽ ഹോംസ് ആണ് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരിക, ഉടമയല്ല. അപ്പോൾ നിങ്ങൾ ആ ഉടമ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ അല്ല, ഞങ്ങൾ തന്നെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് തരിക. 14ഓളം ബാങ്കുകളുമായിട്ട് ടൈപ്പുള്ള നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരിക എളുപ്പമുള്ള വഴികളായിരിക്കും. ഞങ്ങളുടെ പരിചയസമ്പത്ത് നിങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാം. കാരണം ഞങ്ങൾക്ക് എല്ലാ ബാങ്കുകളുമായിട്ടും ഞങ്ങളുടെ ഒരു ബന്ധം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഇവിടെ മിറർ കൊടുത്തിരിക്കുന്നത് കാണാം. ഫുള്ളായിട്ട് ഒരാളെ കാണാവുന്ന രീതിയിലുള്ള മിററാണ് ഇവിടെ കൊടുത്തിരിക്കുക. ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എപ്പോക്സി വർക്കാണ് നടന്നുകൊണ്ടിരിക്കുക. എപ്പോക്സി വർക്ക് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും അവസാന ഘട്ടം നടക്കുന്ന വർക്കാണ്. നമ്മൾ നേരെ അടുത്ത 2 ബെഡ്റൂം കണ്ടു. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ സൈഡിൽ വാഷ് ഏരിയയൊക്കെ നമുക്ക് കാണാം. പാലാ ടൗണിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം 2 കിലോമീറ്റർ ദൂരമാണ്. 2 കിലോമീറ്റർ ദൂരത്തിൽ എത്തിക്കഴിയുമ്പോൾ പാലാ ടൗൺ എത്തി. നിരപ്പായ പ്രദേശമാണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത പ്രദേശമാണ് ഈ വീടിരിക്കുന്ന പ്രദേശം. ഇവിടെയും ടോയ്ലറ്റ് പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ബസ് റോഡിൽ നിന്നും 800 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിന്റെ ദൂരം. അതുപോലെ തന്നെ നമുക്ക് 24 മണിക്കൂറും വാഹനങ്ങൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡുമായിട്ട് 2 കിലോമീറ്റർ ദൂരം. രാത്രിക്കൊക്കെ ഒന്ന് വന്ന് ഈ ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റാരെയും വണ്ടിയായിട്ട് വാ എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താതെ ടൗണിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ വന്നാൽ പോലും മിനിമം ചാർജേ ആകൂ. അത്ര ദൂരത്തിലാണ് നമ്മൾ. അത്രയും മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. ഇതാണ് ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. 3 ഫേസ് ആണ് ഈ വീടിൻ്റെ വയറിങ് ചെയ്തിരിക്കുന്ന. വയറിങ് 3 ഫേസ് വയറിങ് ആണ്. നമ്മൾ 4ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോവുകയാണ്. ഇവിടെയും ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, കബോർഡ് വർക്കുകളുണ്ട്. ഇവിടെയും പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്കൂൾ ബസ്സുകളും ഈ റോഡിലൂടെ തന്നെ വരുന്നതാണ്. തൊട്ടടുത്ത് തന്നെ സ്കൂൾ ബസ്സുകൾ, പാലായുടെ എല്ലാ സ്കൂൾ ബസ്സുകളും, ചാവറ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഏറ്റവും വലിയ സ്കൂളുകൾ ഏത് പറഞ്ഞാലും ആ സ്കൂൾ ബസ്സുകളെല്ലാം തൊട്ടടുത്ത് തന്നെ വരുന്നതാണ്. അത്യാവശ്യം വീട്ടിൽപ്പെട്ട സാധനങ്ങൾ മേടിക്കുവാനായിട്ടുള്ള കടകൾ ഇത് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊത്തം തേക്കും തടിയിട്ട് പണിതീർത്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഈ കിച്ചൻ്റെ ഏറ്റവും മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാൻസി ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ എല്ലാം കാണാം, കബോർഡ് വർക്കുകൾ എല്ലാം കാണാം. അങ്ങനെയുള്ള കബോർഡ് വർക്കുകൾ, തടിപ്പണികൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള തടിയുടെ വർക്കുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് ഒരു വീട്ടിൽപ്പെട്ട ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ കബോർഡിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. അതുപോലെ കബോർഡ് വർക്കുകളുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട്. ലീഗലി എല്ലാം പെർഫെക്റ്റായ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വീടിനും ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം എന്ന് ഞങ്ങൾ പറയുക. ഇവിടെ നിന്നിറങ്ങുന്നത് കബോർഡ് വർക്കുകൾ നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ അടിപൊളി വീട്, അടിപൊളി ലൊക്കേഷൻ, അടിപൊളി വർക്കുകൾ, 20 സെൻറ്റ് സ്ഥലം. അപ്പോൾ മറക്കണ്ട, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.